Dear children, welcome to the world of rules of debit and credit. Debit, credit നിയമങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ളതുമായുള്ള ചില നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പഠിച്ചത് കാരണം ഓരോ ട്രാൻസാക്ഷൻസും നടക്കുന്നത് വഴി അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലിലും ഉണ്ടാകുന്ന ഇഫക്ട്സ് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ് പഠിക്കാം. ഏത് തരം അക്കൗണ്ട് ആണ് എന്നതിനെ അനുസരിച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും. പ്രധാനമായും 5 ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. അവ ഇതൊക്കെയാണ്. 1 അസറ്റ്സ്, നെക്സ്റ്റ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂസ് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇതിൽ കുറേ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെ നിങ്ങൾക്ക് സുപരിചിതമായി കഴിഞ്ഞു. ഏതൊക്കെയാണത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ 3 ഹെഡ് ഓഫ് അക്കൗണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ഗ്രാഹ്യമുണ്ട്. ഇനി എല്ലാത്തിനും കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് നമ്മുടെ വില്ലേജ് ഹോട്ടലിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഓർക്കുന്നുണ്ടോ? ഇതല്ലായിരുന്നു 2020 നവംബർ 1-ാം തീയതി ജീവ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh ആൻഡ് കമ്പ്യൂട്ടർ വർത്ത് ₹25,000. ഇനി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും എന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? 1 ക്യാഷ് അല്ലേ, 2 ലക്ഷം രൂപ ക്യാഷ്. മറ്റൊന്ന് 25,000 രൂപ വില വരുന്ന കമ്പ്യൂട്ടർ. ഈ 2 ഐറ്റംസ് ഏത് ഹെഡിലാണ് വരുന്നത് അതും അറിയാമല്ലോ. ഇത് രണ്ടും എന്താണ്? ബിസിനസിന്റെ അസറ്റ് ആണ് അല്ലേ. ഇനി അതുപോലെ ബിസിനസ്സിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാധ്യതയും അവിടെ വരുന്നു. അതായത് ഓണറോടുള്ള അല്ലെ, അതിനെ എന്താ വിളിക്കുന്നത്? ഓണേഴ്സ് ഇക്വിറ്റി. അതായത് ഓണേഴ്സ് റൈറ്റ്സ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. അതിനെ എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന ടേമാണ് നമ്മൾ അതിനവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വരുന്ന ഓണേഴ്സ് ഇക്വിറ്റി ഏത് ഹെഡിലാണ് വരുന്നത്? ക്യാപിറ്റൽ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ലക്ഷം രൂപയുടെ ക്യാഷും 25,000 രൂപയുടെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവളുടെ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 2,25,000 രൂപയാണ്. ക്ലിയർ? ഇനി വരുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഐറ്റംസിനെ നമ്മൾ 4 ഹെഡായിട്ടാണ് തിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ അങ്ങ് മാറിക്കോട്ടെ. അത് ഇപ്പം ഈ ഒരു വില്ലേജ് ഹോട്ടലിലെ ട്രാൻസാക്ഷനിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,25,000 ഫസ്റ്റ് ഡേയിലെ ട്രാൻസാക്ഷനിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇനി അത് മാറ്റിയിട്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒന്ന് അനാലിസിസ് നടത്താം. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന 4 ഹെഡ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇനി വരുന്നത് അസറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാകും, ഇൻകംസ് ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ഇതാണല്ലോ ഇനി വരുന്ന മെയിൻ ആയിട്ടുള്ള 4 ഹെഡ്സ് ഓഫ് അക്കൗണ്ട്. ഇനി എൻ്റെ വില്ലേജ് ഹോട്ടലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ സ്ഥാപനത്തിനകത്തേക്ക് ക്യാഷ് വരുന്നത് അല്ലേ. ഇപ്പം ഇതെൻ്റെ ഹോട്ടലാണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? സ്ഥാപനത്തിനകത്തേക്ക് ക്യാഷ് ചെല്ലുന്നു. അപ്പോൾ അതിനെ നമ്മൾ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് ഫെയിമിൽ ആ സ്ഥാപനത്തിൽ വരുന്ന ക്യാഷാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ അതുള്ള ക്യാഷ് മുഴുവൻ ഞാൻ ഈ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിക്കണമെന്നില്ല. ഞാൻ കുറച്ച് എന്ത് ചെയ്യാം? അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം. സപ്പോസ് ഇത് ഞാൻ ഡീൽ ചെയ്യുന്ന ബാങ്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഞാൻ കുറേ ക്യാഷ് എന്ത് ചെയ്യാം? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയും എനിക്കൊരു അസറ്റ് ഉണ്ട്. അതെന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക് എന്നായിരിക്കും ഞാനത് എഴുതുന്നത്. അപ്പം എൻ്റെ കയ്യിൽ വരുന്ന ക്യാഷ് ആകാം, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആകാം. ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുന്നത്? ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അത് എൻ്റെ ആസ്തിയാണ്. അപ്പം ഇതും എൻ്റെ ആസ്തിയാണ് അല്ലേ. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നതാകാം, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതാകാം. ഇനി അതല്ലെങ്കിലോ ഈ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നതാകാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ക്യാഷ് പോകുന്നതായിരിക്കാം. അപ്പം ഇതാണല്ലോ മെയിനായിട്ടും ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകാം.
നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും വീട്ട് ചിലവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീട്ടു ചിലവെല്ലാം നമ്മൾ മന്ത്ലിയാണ് അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാസത്തെ നിങ്ങളുടെ വീട്ടു ചിലവെന്ന് പറയുന്നത് 4000 രൂപയാണ്. ഇതേ മാസം തന്നെ, അതായത് ഈ നവംബർ മാസം തന്നെ നിങ്ങളൊരു 20 ലക്ഷം രൂപയുടെ ലാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുമോ ഈ മാസത്തെ എൻ്റെ വീട്ടു ചെലവ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,20,000 രൂപയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയില്ല. 4000 രൂപയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 20 ലക്ഷത്തിൻ്റെ ഒരു അസറ്റാണ് ലാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചത്. അതായത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ലാൻഡ് വാങ്ങിച്ചിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് എൻ്റെ എന്താണ്, അത് സ്വത്ത് അല്ലെങ്കിൽ ആസ്തി എന്നാണ് പറയുക. അപ്പൊ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, അസറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കയ്യിൽ നിന്നും ക്യാഷ് പോകുന്നതെല്ലാം നമ്മൾ എന്തായിട്ട് കാണിക്കില്ല, എക്സ്പെൻസ് ആയിട്ട് പറയില്ല. അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസിനെയും അസറ്റിനെയും എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ വില്ലേജ് ഹോട്ടലിലെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒന്ന് അനാലിസിസ് നടത്തി നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കിക്കേ. പെയ്ഡ് റെന്റ് ₹15,000, 15,000 രൂപ വാടക കൊടുത്തു. ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഐറ്റംസ് പറയുന്നത് ഏതാണ്? ഒന്ന് ക്യാഷ് അല്ലേ, 15,000 രൂപ എന്ന് പറയുമ്പോഴൊന്ന് ക്യാഷ്. ഇവിടെ നോക്കിക്കേ, എന്താ കൊടുത്തിരിക്കുന്നത്? വാടകയാണ്, റെൻ്റാണ്. അപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇവിടെ വാടക കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ റെൻ്റ് എന്താണ് എന്നെ സംബന്ധിച്ച്? എക്സ്പെൻസ് ആണ്. ക്ലിയർ? ഇനി അതുപോലെ വേറൊരു ട്രാൻസാക്ഷൻ നോക്കാം. 4-ാം തീയതി ബോട്ട് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. ഇവിടെ നോക്കിക്കേ, ആ പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. ഈ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയിട്ട് എഴുതുമോ? ഇല്ലല്ലോ. അതല്ല ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ നമ്മുടെ വീട്ടിൽ ലാൻഡ് വാങ്ങിച്ചപ്പോൾ 20 ലക്ഷം രൂപ മുടക്കി, അത് നമ്മൾ എക്സ്പെൻസ് എന്നല്ലല്ലോ പറയുന്നത്, അല്ല. അപ്പോൾ അതുപോലെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വാങ്ങിയെന്ന് പറയുന്ന ഒരു അസറ്റാണ്. അത് നമ്മൾ ബിസിനസ്സിൽ കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഏത് ഹെഡിൽ എഴുതുകയുള്ളൂ? അസറ്റ് അല്ലേ. അപ്പോൾ അവിടെ ഫർണിച്ചർ എന്ന് എഴുതുള്ളൂ, പർച്ചേസ് എഴുതാൻ പാടില്ല. നമ്മളിവിടെ എന്തെന്ന് എഴുതാവുള്ളൂ? മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഏതായിട്ട് കണക്കാക്കണം? ഫർണിച്ചറാണ്. ക്ലിയർ? പിന്നെ ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പം വരുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ക്യാഷാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഫെയിമിലേക്ക് വന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഫെയിമിൽ നിന്ന് പോയി. ഓക്കെ, ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഇവിടെ എന്തേ വീണ്ടും ഒരു പർച്ചേസ്ഡ് വരുന്നുണ്ട്. എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ്, ബോട്ട് ഗുഡ്സ് എന്നാണ് ഞാൻ പർച്ചേസ് തന്നെ വെച്ച് പറയുകയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം സുലഭ സൂപ്പർ മാർക്കറ്റ് ₹10,000, 10,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വാങ്ങിച്ചു. എവിടുന്ന്? സുലഭ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇവിടെ നോക്കിക്കേ, പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഇവിടെ വില്ലേജ് ഹോട്ടലിനെ സംബന്ധിച്ച് ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുന്നത്, അതായത് എന്തായാലും സ്ഥാപനത്തിലേക്ക് കുറേ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും എല്ലാം മേടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം വില്ലേജ് ഹോട്ടലിനെ സംബന്ധിച്ച് ഈ ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ക്ലിയർ? അപ്പം അത് ഏത് ഹെഡിലാണ് കാണിക്കേണ്ടത്? പർച്ചേസ് എന്ന് പറയുന്ന ഹെഡിൽ വേണം കാണിക്കാൻ. അപ്പോൾ പർച്ചേസ് ആണ് ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സുലഭ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ കടത്തിലാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ കടത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്റർ വന്നിട്ടുണ്ട്. അത് ആരാണ്? സുലഭ സൂപ്പർ മാർക്കറ്റ്. അപ്പം ക്രെഡിറ്റർ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റിയാണ്. ക്ലിയർ ആയല്ലോ വ്യത്യാസം? രണ്ട് ട്രാൻസാക്ഷനകത്തും പർച്ചേസ്ഡ് എന്നാണ് തുടങ്ങുന്നത്. അത് കണ്ടുകൊണ്ട് നേരെ ഒരു അക്കൗണ്ട് പർച്ചേസ് ആണെന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചാൽ തെറ്റി. ഇവിടെ ഫർണിച്ചറാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് അവിടുത്തെ മെയിൻ ഐറ്റം ഏതാണ്? ഫർണിച്ചറാണ്. ഇവിടെ അതേ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ആയതുകൊണ്ട് അവിടെ വരുന്ന മെയിൻ ഐറ്റം ഏതാണ്? പർച്ചേസ് ആണ്. ക്ലിയർ? അതെന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇനി അതുപോലെ അതേ വേറെ ഒന്നുകൂടി ഉണ്ട്. 10-11 പെയ്ഡ് സാലറി കൊടുത്തു. 10,000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാഷാണ്. ക്യാഷ് പോയി.
അതുപോലെ അവിടെ ഒരു എക്സ്പെൻസ് വന്നു. ഏതാ എക്സ്പെൻസ്? സാലറി കൊടുത്തു അല്ലേ? സ്റ്റാഫിന് സാലറി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ. അതെന്ന് പറയുന്നത് എന്താണ്? ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. ക്ലിയർ? ഇനി അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനാലിസിസ്, നമ്മൾ അസറ്റിനെയും എക്സ്പെൻസിനെയും ബേസ് ചെയ്താണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് കൂടാതെ വേറെയും ഇത്രയും ആയിരിക്കുമല്ലോ ഒരു സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് പറയുന്നത്. കുറേ ട്രാൻസാക്ഷൻസും വരാം. ഇപ്പം ഞാനിത് കുറച്ച് ദിവസത്തെ എഴുതിയുള്ളൂ. കുറച്ച് ഉദാഹരണങ്ങളും കൂടി പറയാം. അതായത് വില്ലേജ് ഹോട്ടലിൽ കുറേ സ്റ്റേഷനറി ഐറ്റംസ് വേണം. അപ്പം അങ്ങനെ കുറേ കവറുകൾ, ടിഷ്യൂ പേപ്പറുകൾ, സ്റ്റാപ്ലർ, അതുപോലെ തന്നെ പേന, ഇങ്ങനെയൊക്കെ കുറേ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ, പേപ്പർ, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു. അതിന് മുടക്കിയ തുക എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് കാണിക്കണം? ഒന്ന് പറഞ്ഞേ. അതായത് പർച്ചേസ്ഡ് സ്റ്റേഷനറി ഐറ്റംസ്. അതെന്താണ്? അതെൻ്റെ എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താ? അതെൻ്റെ ബിസിനസ്സിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വരുന്ന ഒരു ചിലവാണ് അല്ലേ? ഒരു കസ്റ്റമർ വന്നു, പാക്ക് ചെയ്ത ഫുഡ് ചോദിച്ചു, ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള കവറും പേപ്പറും എല്ലാം കരുതി വെക്കണം, എന്നാലെല്ലാം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. ഇനി അതേസമയം ആ ഹോട്ടലിലേക്ക് ഞാനൊരു AC വാങ്ങിച്ചു. അപ്പം നല്ല ചൂട് കാലമല്ലേ, കസ്റ്റമേഴ്സൊക്കെ ഒന്ന് താണത്തിരുന്ന് ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ AC എന്ന് പറയുന്നത് ഈ ഒരു ഇയറിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ? അല്ലല്ലോ, ഫ്യൂച്ചറിലേക്കും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 40,000 രൂപയുടെയാണ് ഒരു AC വാങ്ങി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ വില്ലേജ് ഹോട്ടലിനെ സംബന്ധിച്ച് അതൊരു അസറ്റാണ്. കാരണം 40,000 രൂപ കയ്യിലിരുന്ന ക്യാഷ് പോയാലും AC എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. അവിടെ AC എന്ന് പറയുന്ന എക്സ്പെൻസ് ആണോ? അല്ല. ഏത് വാങ്ങിച്ചതുപോലെ തന്നെയാണ് ഈ ഫർണിച്ചർ വാങ്ങിച്ചതുപോലെ AC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായിട്ട് വരും? അസറ്റ് ആയിട്ട് വരും. ക്ലിയർ? അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു. അപ്പം ഞാൻ എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്ത് അസറ്റ് പഠിച്ചു. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നോളണം. കാരണം ഞാൻ ഇനി അത് ഉപയോഗിക്കും. എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്ത് അസറ്റ് പഠിച്ചു. ഇനി നമുക്ക് വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോവാം. നിങ്ങളുടെ വീട്ടിലെ മെയിൻ ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? പേരൻസിന്റെ സാലറി അല്ലെങ്കിൽ വേജ്, ഇതൊക്കെയല്ലേ? ഇപ്പം സാലറി ഒക്കെ ആണെങ്കിൽ ഇപ്പം ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണല്ലോ. അപ്പം അതേസമയം ഇപ്പം എങ്ങനെ സാലറി വരുന്നു? അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഇനി അതേസമയം തന്നെ നിങ്ങളുടെ വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പം 2 ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട്. അതും എമൗണ്ടാണ് വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ഇൻകം ആണോ? 2 ലക്ഷം രൂപ ലോൺ എമൗണ്ട് വന്നെന്ന് പറയുന്നത് അല്ലല്ലോ. അതെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ അടച്ചു തീർക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ലയബിലിറ്റി എന്നാണ് പറയുക. എല്ലാ ക്യാഷ് വരുന്നതും, ഫേമിലേക്ക് വരുന്ന എല്ലാ ക്യാഷ് വരുന്നതും അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടുന്നതും നമുക്ക് ഇൻകം ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതിൽ നിന്ന് നമ്മൾ ലയബിലിറ്റിയെയും ഇൻകത്തെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ? ഇനി അത് നമുക്ക് വില്ലേജ് ഹോട്ടലിന്റെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഏതാനും ഉദാഹരണങ്ങൾ ഒന്ന് നോക്കാം. നോക്കിയേ, 6/11/2020 റിസീവ്ഡ് ലോൺ ഫ്രം ബാങ്ക് ₹50,000. 50,000 രൂപ ബാങ്കിൽ നിന്നും ലോൺ കിട്ടി. അപ്പോൾ 50,000 രൂപ ഫേമിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ്. അതെന്ന് പറയുന്നത് ഏത് ഹെഡാണ്? അസറ്റാണ്. ഇനി ബാങ്ക് ലോണാണ്. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ? അതായത് നമ്മൾ ഈ ഫ്യൂച്ചറിൽ ഈ 50,000 രൂപ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ അതെന്തായിട്ടാണ് നമ്മൾ എഴുതുകയുള്ളൂ? ലയബിലിറ്റി ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിൽ വന്ന ഈ ബാങ്ക് ലോൺ വന്നു എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ലയബിലിറ്റി ആയിട്ട്. അതിലെ ക്യാഷ് എന്തായിട്ടും അസറ്റ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി, അതുപോലെ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റിയും അവിടെ ഇൻക്രീസ് ചെയ്തു. ഇനി 7-ാം തീയതി 7/11/20 സോൾഡ് ഗുഡ്സ് ഫോർ ₹18,000. 18,000 രൂപയ്ക്ക്
സാധനങ്ങൾ വിറ്റു. ക്യാഷ് സെയിലാണ്. അപ്പോൾ 18,000 രൂപ ഫെയിമിലേക്ക് വന്നു. അപ്പോൾ അവിടെ ക്യാഷ് വന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ്. അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. ഏത് ഹെഡാണ്? അസറ്റാണ്. ഇനി ഇവിടെ നോക്കിക്കേ, സെയിൽസ്, ഗുഡ്സ് ആണ് വിറ്റത്. ഗുഡ്സ് വിറ്റപ്പം നമ്മൾ എന്നാന്ന് എഴുതുന്നത്? സെയിൽസ് നടത്തി. അപ്പോൾ ആ സെയിൽസ് എന്ന് പറയുന്നത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്? സെയിൽസ് ഇൻകം. ഏതൊരു ബിസിനസ്സിൻ്റെയും മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? സെയിൽസ് ആണ്. സെയിൽസ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എവരി ബിസിനസ്. അപ്പോൾ ഇവിടെ സെയിൽസ് നടത്തി എന്ന് പറയുമ്പോൾ സെയിൽസ് ആണ് ഒരു മെയിൻ ഐറ്റം. ഒന്ന് ക്യാഷ്. സെയിൽസ് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വരും? ഇൻകം. ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റ് ആണ്. ഇനി 9-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ കൂടിയാണ് പറയാനുള്ളത്. റിസീവ്ഡ് കമ്മീഷൻ ₹5,000. 5,000 രൂപ കമ്മീഷൻ ലഭിച്ചു. ഇപ്പം ഇവിടെ 5,000 ക്യാഷ് കിട്ടി, ക്യാഷ് വന്നു. അവിടെ ക്യാഷ് എന്ന് പറയുന്നതാണ് ഒരൈറ്റം. അതെന്ന് പറയുന്നത് ഏത് ഹെഡിലാണ് വരുന്നത്? അസറ്റാണ്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ എന്താ കിട്ടിയത്? കമ്മീഷൻ. അപ്പം അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷനാണ്. ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ആണ്. കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അത് ആ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. ക്ലിയർ? അപ്പം ക്യാഷ് ആണ് ഒരൈറ്റം, മറ്റൊന്ന് കമ്മീഷൻ. ക്യാഷ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് അക്കൗണ്ട് അസറ്റും, കമ്മീഷൻ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലും വരും? ഇൻകത്തിലും വരും. ക്ലിയർ? ഇപ്പം വില്ലേജ് ഹോട്ടലിലെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ അനാലിസിസ് നടത്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം പറയാൻ വിട്ടുപോയായിരുന്നു. അത് ഈ 3-ാം തീയതിയാണ്, 3/11. ഇവിടെ എന്താന്ന് നോക്കിക്കേ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ₹15,000 ഫ്രം നെല്ലിമുട്ടിൽ ഫർണിച്ചർ മാർട്ട്. 15,000 രൂപയുടെ ഫർണിച്ചർ കടത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ നിന്നാ? നെല്ലിമുട്ടിൽ ഫർണിച്ചർ മാർട്ടിൽ നിന്ന്. ഇവിടെ നോക്കിക്കേ, എന്താ? പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്. അപ്പൊ ഇതിൽ വരുന്ന ഒരു മെയിൻ ഐറ്റം ഏതായിരിക്കും? ഫർണിച്ചർ. ഓക്കെ, ഇവിടെ പർച്ചേസ് എഴുതാമോ? പറ്റില്ല. ഇവിടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പം മെയിൻ ഐറ്റം ഏതാണ്? ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഏത് ഹെഡാണ്? അസറ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ക്യാഷ് ഒന്നും പോയിട്ടില്ല. എങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്? ക്രെഡിറ്റിലാണ്. അപ്പം ഇവിടെ എന്താണ്? ക്രെഡിറ്റർ ആണുള്ളത്. ആരാ ക്രെഡിറ്റർ? നെല്ലിമുട്ടിൽ ഫർണിച്ചർ മാർട്ട്. ആ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വരും? ലയബിലിറ്റിയിൽ വരും. ഇത്രയുമാണ് നമ്മുടെ വില്ലേജ് ഹോട്ടലിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടും 4 ഹെഡ് ഓഫ് അക്കൗണ്ടുകളാണ് ഇതിലെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞു. അതുകൂടാതെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകംസ്, എക്സ്പെൻസ്, അല്ലേ? ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പം ഇനി നമുക്ക് ഈ 4-നും ഇത് അറിയാം. ഇനി ഈ 4-നും നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒന്ന് പറയണം. അതായത് ഇപ്പോൾ എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അസറ്റ് പഠിച്ചത്, അല്ലേ? അതുപോലെ ഞാൻ പറഞ്ഞു ഇൻകം പറഞ്ഞപ്പോഴേ, ഇൻകം ഞാൻ റിലേറ്റ് ചെയ്ത് ഏതുമായിട്ടാണ്? ലയബിലിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻകം പറഞ്ഞത്. അത് ഓർത്തിരുന്നോണ്ട്. ഇത് ഞാൻ ഇനി വീണ്ടും പറയും കേട്ടോ. ഈ സെന്റൻസ് ലയബിലിറ്റിയെ റിലേറ്റ് ചെയ്ത് ഇൻകം പറഞ്ഞു, എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്ത് ഏതും പറഞ്ഞു? അസറ്റും പറഞ്ഞു. ഈ 2 സെന്റൻസ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചോളണം. അപ്പോൾ ഇനി ഈ എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്ത് അസറ്റ് പറഞ്ഞല്ലോ. അപ്പം അതല്ലാതെ നമുക്ക് അസറ്റ്സ് ഉണ്ട് ധാരാളം. ഇപ്പം സെയിൽസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, അതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ്, ബിൽഡിംഗ്, ലാൻഡ്, മെഷീനറി, കമ്പ്യൂട്ടർ, വെഹിക്കിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇതൊക്കെ അസറ്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാ. ഫിക്സഡ് അസറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ്, അതെല്ലാം പഠിച്ചതാണല്ലോ. ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം പഠിച്ചതാണ്. ഇനി എക്സ്പെൻസ് ആണെങ്കിലോ, മെയിൻ എക്സ്പെൻസ് എന്താ? ഒരു ബിസിനസിന്റെ പർച്ചേസ് ചെയ്യണം. അതല്ലേ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് വില്ലേജ് ഹോട്ടലിൽ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ ആദ്യം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ മെയിൻ എക്സ്പെൻസ് എന്താണ്? പർച്ചേസ് അല്ലേ. പിന്നെ കൂടാതെ അവിടെ സ്റ്റാഫ് വേണം, അവർക്ക് ഞാൻ സാലറി കൊടുക്കേണ്ടി വരും. അതുപോലെ അതിലേക്ക് കുറെ സ്റ്റേഷനറി ഐറ്റംസ്, കവറുകൾ, ടിഷ്യൂ പേപ്പർ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങണം. അപ്പം അതിനെനിക്ക് ചിലവ് വരും.
ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് 50,000 രൂപ. ഈ ലോണിന് ഞാൻ മാസം ഞാൻ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട വരും. അതുപോലെ തന്നെ എനിക്ക് ബിൽഡിങ് സ്വന്തമായിട്ടില്ലായിരുന്നു, ഞാനത് എന്തിനെടുത്തിരിക്കുന്നതാണ്, വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ റെൻ്റ് അടയ്ക്കേണ്ട വരും. ഇങ്ങനെയൊക്കെ പല എക്സ്പെൻസുകളും എനിക്ക് വരും. ഇതെല്ലാം എന്താണ്, എക്സ്പെൻസുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്. ഇതൊക്കെ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണങ്ങളാണ്, എക്സ്പെൻസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ക്ലിയർ? ഇനി ലയബിലിറ്റീസിനാണെങ്കിലോ, ലയബിലിറ്റീസിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഓണേഴ്സിനോടുള്ള ലയബിലിറ്റി, അതാണ് ഓണേഴ്സ് ഇക്വിറ്റി, അതിൽ നിന്ന് പറയുന്നത് ക്യാപിറ്റൽ. ഇനി അതുകൂടാതെ ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് അല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റി ആണ്. ഇനി അതുകൂടാതെ നമ്മൾ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇപ്പൊ ഇവിടെയൊക്കെ ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്ന കടത്തിലാണ്, അപ്പൊ ഇവിടെ ആരാ വന്നത്, ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റി ആണ് അല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ക്യാഷ് ആണ്. ഇനി ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ആയിട്ടും ഹോട്ടലിന്റെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസിന്റെയും ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിൽസ് ആയിരിക്കും അല്ലേ. അപ്പോൾ സെയിൽസ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കൂടാതെ മറ്റ് ഇൻകംസും വരാം. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു കിട്ടിയിരിക്കുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് എന്താണ്, കമ്മീഷൻ അല്ലേ. ഇപ്പം കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് പൈസ ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി എൻ്റെ ഹോട്ടലിൽ കുറേ റൂംസ് ഉണ്ടായിരുന്നു, എൻ്റെ സ്വന്തം ബിൽഡിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ റൂം വാടകയ്ക്ക് കൊടുക്കുകയാണ്, അപ്പോൾ എനിക്ക് റെൻറ്റ് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇൻകംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഉള്ള ഈ 4 ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇപ്പം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിലും ഉൾപ്പെട്ടിട്ടുള്ള ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഓരോ ട്രാൻസാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ അതിലെ ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. അതായത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ക്യാപിറ്റൽ ആണോ എന്നൊക്കെ നമുക്ക് അറിയാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം 2 ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. അത് ഏതൊക്കെ ഹെഡുകളാണെന്ന് നോക്കി. ആദ്യം നമ്മൾ ഇത് ഓരോ ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഓരോ ഐറ്റംസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതെല്ലാം ഏത് ഹെഡിലാണ് വരുന്നതെന്ന് നമ്മൾ നോക്കി അല്ലേ. എല്ലാ ട്രാൻസാക്ഷൻ്റെയും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഹെഡുകളെ 2ആയിട്ട് തിരിക്കാം. അതായത് ഡെബിറ്റ് സൈഡെന്നും ക്രെഡിറ്റ് സൈഡെന്നും. ഇനി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഹെഡുകളെ, ഹെഡ് ഓഫ് അക്കൗണ്ടുകളെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു അക്കൗണ്ടിങ്ങിൻ്റെ സിമ്പിൾ ഫോർമാറ്റാണ്. അതായത് T ഫോമിലാണ് സാധാരണ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ അക്കൗണ്ടിൻ്റെ ടൈറ്റിൽ എഴുതും. അപ്പോൾ അസറ്റ് ആണെങ്കിൽ ഏത് അസറ്റാണ്, ഫർണിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, അങ്ങനെ ഹെഡിങ് കൊടുക്കും. ഇനി ഈ അക്കൗണ്ടിന് 2 സൈഡാണുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതെന്ന് പറയുന്നത് റൈറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതാണ് ഡെബിറ്റ്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ്. ക്ലിയർ? ഇനി ഈ ഡെബിറ്റിനെ നമ്മൾ ചുരുക്കി DR എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റിനെ ചുരുക്കി നമ്മൾ CR എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പം ഇതാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഇത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഡെബിറ്റും ക്രെഡിറ്റും ഇല്ലേ. നിങ്ങളുടെ പേരൻസിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. ഇടയ്ക്ക് ബാങ്കിൽ നിന്നും ഇങ്ങനെ മെസ്സേജ് വരാറില്ലേ, എന്തെന്നാ, യുവർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത്, അല്ലെങ്കിൽ യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് എന്നൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോണിൽ വരാറില്ലേ. യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ₹2500 എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിൻ്റെയാണ് അല്ലേ ഈ ഒരു മെസ്സേജ് വരുന്നത്. അതുപോലെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ എന്തായിരിക്കും വരുന്ന മെസ്സേജ്, യുവർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് എന്ന് വരും. അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ ക്രെഡിറ്റഡ് എന്ന് വരും. അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുമ്പോൾ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെബിറ്റഡ് വിത്ത് എന്നാണ്. അപ്പോൾ ആ വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് അതേ ഡെബിറ്റും ക്രെഡിറ്റും തന്നെയാണ് നമ്മൾ ഇവിടെയും ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ 2 സൈഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഹെഡിനും സ്പെസിഫിക് ആയിട്ടുള്ള റൂളുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് അക്കൗണ്ടുകൾ കണ്ടു. ഇപ്പൊ ഈ ഓരോ ഹെഡിനും എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറയും. അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ആദ്യം നമ്മൾ ഈ ഹെഡുകൾക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പഠിക്കണം. അതായത് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ്, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത്. റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നിയമം അല്ലേ. റൂൾ മീൻസ് നിയമം. അപ്പൊ അതെന്ത് ചെയ്യണം, അത് അങ്ങനെ തന്നെ പഠിക്കണം. അതായത് അത് റൂൾ ആയതുകൊണ്ട് അതിനകത്ത് മാറ്റമൊന്നുമില്ല, അത് അതേ രീതിയിൽ ബൈ ഹേർട്ട് ചെയ്യണം. ഇനി ഞാൻ റൂൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കാം, ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ റൂൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ടൈപ്പ് ഓഫ് അക്കൗണ്ട് നമ്മൾ പഠിച്ച 5 ഹെഡ് ഓഫ് അക്കൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകംസ്, ക്യാപിറ്റൽ അല്ലേ. അപ്പം എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തെന്നാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ചെയ്താലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്തെന്നാലോ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും, ഇത് മൂന്നും കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇത് മൂന്നും കൂടിയാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് റൂൾ. ഇത് കാണാതെ പഠിക്കണം. എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇതിങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ്, എക്സ്പെൻസ്. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് പഠിച്ചത്, അസറ്റ് പഠിച്ചത് അല്ലേ. അപ്പം ഞാൻ ഈ എക്സ്പെൻസിനെയും അസറ്റിനെയും ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എക്സ്പെൻസും അസറ്റും. അതുപോലെ വേറൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എന്താണ്? ഇൻകംസിനെ റിലേറ്റ് ചെയ്ത് എന്തും പറഞ്ഞു, ലയബിലിറ്റീസും പറഞ്ഞു. പിന്നെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ലയബിലിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ 3 എണ്ണത്തിനെ, അതായത് ലയബിലിറ്റീസും ഇൻകവും ക്യാപിറ്റലും, ഈ 3നെ ഞാൻ വേറൊരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നു. അതായത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പം ഞാൻ ഈ 5 ഹെഡ് ഓഫ് അക്കൗണ്ടിനെ ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുക, 2 ഗ്രൂപ്പാക്കി. എക്സ്പെൻസസും അസറ്റും ഒരു ഗ്രൂപ്പ്, ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും മറ്റൊരു ഗ്രൂപ്പ്. ഇനി ഈ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കോഡാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദാ ഈ കോഡ് ഒന്ന് ഓർത്ത് വെച്ചേ. ഇതെന്നാ, എടാ ക്ലിക്ക് അല്ലേ. നിങ്ങൾക്കൊക്കെ ടൂർ പോകുന്ന ആൾക്കാരല്ലേ, ടൂർ പോകാൻ ഇഷ്ടം. അപ്പോൾ COVID-19 ആണെങ്കിൽ എത്ര നാളെ നമ്മൾ ടൂറൊക്കെ പോയിട്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുക. ഫ്രണ്ട്സുമായിട്ട് ടൂർ പോവുകയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാനും എടുപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം നല്ലൊരു ലൊക്കേഷൻ കാണുന്നു, നിങ്ങൾ കൂട്ടുകാരെ വിളിച്ച് നിർത്തുന്നു, എന്നിട്ട് എന്ത് പറയുന്നു, എടാ ക്ലിക്ക്. അപ്പം സ്പെല്ലിങ് ശ്രദ്ധിക്കണം കേട്ടോ ക്ലിക്കിൻ്റെ. ഞാനിവിടെ എഴുതിയേക്കുന്നത് CLIC ആണ്. ഇനി അത് പോകട്ടെ. ഇനി നമ്മുടെ റൂളുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും പറയാം. ഇവിടെ E ഫോർ എക്സ്പെൻസ്, E എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എക്സ്പെൻസ്, D ഫോർ ഡെബിറ്റ്, A ഫോർ അസറ്റ്സ്. ഇവിടെ EC എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. C ഫോർ ക്രെഡിറ്റ്, L ഫോർ ലയബിലിറ്റീസ്, I ഫോർ ഇൻകംസ്, C ഫോർ ക്യാപിറ്റൽ. ഓക്കെ, അതായത് എക്സ്പെൻസുകളും അസറ്റ്സും ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസും അസറ്റ്സും ഇൻക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നേരെ മറിച്ച് ഇത് കുറയുന്ന സാഹചര്യവും വരാമല്ലോ, ഡിക്രീസ് ചെയ്യാമല്ലോ. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതെന്തായിരിക്കും, എക്സ്പെൻസും അസറ്റും ഡിക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? എക്സ്പെൻസും അസറ്റും ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഇനി അതുപോലെ ഇനി ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. ഏതൊക്കെയാ? ലയബിലിറ്റീസും ഇൻകവും ക്യാപിറ്റൽ. ഇത് മൂന്നും ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ഇത് മൂന്നും ഇൻക്രീസ് ചെയ്തെന്നാൽ
ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഡിക്രീസ് ചെയ്ത എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതെന്താണ്? ഡെബിറ്റ് ചെയ്യണം അല്ലേ? ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇതാണ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡ്. അപ്പോൾ ഈ കാണാതെ പഠിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു കോഡ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എടാ ക്ലിക്ക്. അപ്പോൾ എക്സ്പെൻസും അസറ്റും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റീസും ഇൻകവും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ്. ഇനി ആ റൂൾ ദേ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഈ ഇപ്പോൾ പറഞ്ഞ ഈ കോഡ് വെച്ച് പറഞ്ഞത് ശരിയല്ലേ? നോക്കിക്കേ, കണ്ടോ? അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എങ്ങനെയാണ്? കണ്ടോ? എക്സ്പെൻസും അസറ്റും അതൊരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിനെ ഏറ്റവും ആദ്യം ഞാൻ എഴുതിയേക്കുന്നു. അത് ആ രണ്ട് അക്കൗണ്ടുകൾ ഇൻക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. രണ്ട് അക്കൗണ്ടുകളും ഡിക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനിയുള്ള എന്താണ്? ലയബിലിറ്റീസ് ഇൻകവും ക്യാപിറ്റലും അത് ഒരു വേറൊരു ഗ്രൂപ്പ് ആക്കിയേക്കുവാണ്. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പായിട്ട് അങ്ങ് ഓർത്തിരിക്കുക. അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിക്രീസ് ചെയ്തെന്ന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ചെയ്തെന്നാൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിനും ഇത്രയും റൂൾസ് ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.